ഹലോ ഗെയ്സ്, NHKL 60 ബ്ലോഗ്സ് എന്തെങ്കിലും വിശേഷം സുഖമാണല്ലേ? അപ്പോൾ ഇവിടെ ഭയങ്കര മഴ കേട്ടോ. ഇവിടെയും കേരളത്തിലത്തെ മഴയാണ് ഇപ്പൊ നമ്മുടെ നാട്ടിലേക്കുള്ളത്. ഇവിടുന്ന് തമിഴ്നാട് കോയമ്പത്തൂർ ഭാഗത്തേക്കൊന്നും മഴയില്ല. ഇവിടെ ഞങ്ങൾ 2 ദിവസം മുമ്പ് നെപ്സിക്ക് ആർപ്പായിക്ക് വരിച്ച് കെട്ടിയതാണ്. ആ വെള്ളം എന്താ കളയത്ത് നെപ്സി? വെയിലൊക്കെ ഉണ്ട് ലൈറ്റ് ആയിട്ട് ഇന്ന്. ലൈറ്റ് ആയിട്ട് വെയിലൊക്കെ ഇങ്ങനെ എത്തിപ്പാടി നോക്കുന്നുണ്ട്. എന്തൊക്കെയുണ്ട് നെപ്സി? മഴ എങ്ങനെ പോണു? പറയ് എന്തൊക്കെയാണ് മഴ എങ്ങനെ പോണു? നല്ല മഴ. പുറത്തുതന്നെ അനുഗ്രഹം. വല്ലാണ്ട് അനുഗ്രഹിച്ചാൽ ഇല്ലാണ്ടാവൂലേ? താർപ്പായി മാറ്റിയിട്ട് സീറ്റ് ഇടാനുള്ള പ്ലാൻ ഉണ്ടോ? അപ്പൊ നമ്മൾ ചാനൽ വലുതാകട്ടെ, എന്നിട്ട് സീറ്റ് ഇത് പെട്ടെന്ന് മാഞ്ഞിടക്കല്ലേ? ഇന്ന് കാലം വളരും എനിക്ക് തോന്നുന്നില്ല. വളരും തോന്നുന്നില്ല. നല്ല മഴയുണ്ട് അല്ലേ? അതെന്താ? അപ്പൊ ഞാൻ മഴ ഉണ്ടോ? മാങ്ങ ഈ പ്രാവശ്യം ഒന്നും കിട്ടിയില്ല കേട്ടോ. എല്ലാം ഇവിടെ വെള്ളം ചാടുണ്ടോ? ഈ മരം എന്താ പറയുക? ഫാഷൻ ഫ്രൂട്ടാണത്. ബട്ടർ ഫ്രൂട്ടാണത്. സോറി, ബട്ടർ ഫ്രൂട്ടാണ്. എന്നാ ജി പറഞ്ഞേ? നിങ്ങളെ നാട്ടിൽ എന്താ പറയാ? എന്ത്? ആരക്കാടോ? അവക്ക? അങ്ങനെ ഒന്നും എളുപ്പമൊന്നും ചോദിക്കരുത്, ഞങ്ങളെ വീട് എടുക്കല്ലേ. ഞങ്ങളെ ബാക്കിൽ ഫുള്ള് എസ്റ്റേറ്റാണ്. ഞങ്ങളെ സ്വത്താണ് ഇതൊക്കെ. ഞങ്ങൾക്ക് കുറെ ഏക്കർ സ്ഥലം ഉണ്ട് ബാക്കിൽ. ഇതൊക്കെ കാണാൻ നമ്മളെ സ്ഥലം തന്നെ. 10-25 ഏക്കർ ഉണ്ട് നമ്മളത്. പിന്നെ ഇടക്കിടക്ക് ഒരു പ്രശ്നം ഉണ്ടായിരുന്ന അതിന്റെ ഓണർ വരും. അതാണ് ഏറ്റവും വലിയ പ്രശ്നം. പുളിമരം കേട്ടോ. എല്ലാവർക്കും അറിയാം പുളിമരാണ്. ഇത് മാങ്ങമരാണ്. ഇത് ചക്കമരാണ്. ഇത് പാഷൻ വാട്ടർ ഫ്രൂട്ടാണ്. ബട്ടർ കായ് എന്നൊക്കെ പറയും. പിന്നെ ഞങ്ങള് അടക്കപ്പായത് കൊയ്യാപ്പളം, അടക്കപ്പായം എന്ന് പറയാം മലയാളത്തില്. പിന്നെ പേരക്കാന്ന. അപ്പൊ അടക്കപ്പായം ഇംഗ്ലീഷാ. ഞങ്ങൾ ഉണ്ടാക്കിയതാ. ഇതെന്താ ഇവിടെ ചളി? ഞാനാണല്ലോ കൈയിട്ട് വന്നനാണ്. ഇവിടെ കുറെ ചെടികളൊക്കെ ഉണ്ട് കേട്ടോ. ഓ, നശിച്ചു മോനെ, നശിച്ചു. ഇവിടുന്ന് ഇങ്ങനെ എടുക്കാൻ കുറെ നമ്മളെ നല്ല സ്ഥലമായിട്ട് ഇവിടുന്ന് കാണാൻ. നല്ല പ്ലേസ് ആണ്. വ്യൂ ആണ് ഇവിടുന്ന്. എന്താ മാങ്ങ, ഫുൾ മാങ്ങ ഗേസ്. ഈ മാങ്ങൊക്കെ നമ്മൾ തന്നെ കേട്ടോ. അതിന് അല്ലേ? ആരോ വാങ്ങി? അപ്പൊ നമുക്ക് സ്വന്തമായിട്ട് എന്തല്ലേ ഗേസ്? ചക്കുണ്ട്, മാങ്ങണ്ട്, കൊയ്യാപ്പഴുണ്ട്. നമുക്ക് എന്തൊക്കെയുണ്ട്? മാന്തല്ലേ? ചക്കുണ്ട്, മാങ്ങണ്ട്, പേരക്കുണ്ട്, പിന്നെ എന്തൊക്കെയാ വരുന്നുണ്ട്, എന്താണെന്ന് അറിയില്ല. ഇതൊക്കെ നമ്മൾ തന്നെയല്ലേ? അതെ. അപ്പൊ ഈ കാണുന്ന താർപ്പായും നമ്മൾ തന്നെ. ഇത് ആർപ്പായിന്റെ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം മേടിച്ച 1 വർഷത്തിന്റെ മേലെ യൂസ് ചെയ്തു. ഇതെന്താ? ഈ പ്രാവശ്യം ഇങ്ങനെ ആയത്? അത് തുടക്കം വെച്ച് കെട്ടിയത് നിങ്ങളാണ്. ഏട്ടനായതുകൊണ്ടാണ് പ്രശ്നം. എന്താ മാങ്ങ അടിപൊളിയായിട്ട്. അവിടെ കണ്ടങ്ങള് നല്ലൊരു അടിപൊളി സ്ഥലം കാണിച്ചു തരാം. എന്റെ ഫോണിലത് കാണുന്നുണ്ടോന്ന് അറിയില്ല. അവിടെ ഒരു വെള്ളച്ചാട്ടം സംഭവം ഉണ്ട്. വെള്ളച്ചാട്ടാണ് ആ കാണുന്നത്. നെപ്സിയെ ശ്രദ്ധിച്ചിക്കണോ? ആ വെള്ളച്ചാട്ടം സ്കൂൾ ചെയ്യുന്ന സമയത്തൊക്കെ ആ വെള്ളച്ചാട്ടം അതൊക്കെ നമ്മൾ കാണുമ്പോ തൊട്ട് എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് തൊട്ട് അത് ആ വെള്ളച്ചാട്ടം അങ്ങനെ തന്നെ. അത് ഏതാ സ്ഥലം? സീപ്ര തോന്നുന്നുണ്ട്. എല്ലമല സീപ്ര ആ ഭാഗത്താണ്. മൂലക്കാട് ആ സൈഡാ തോന്നുന്നുണ്ട്. പിന്നെ നമ്മുടെ മൂലക്കാടൊക്കെ ഇതൊക്കെ അവിടെ തന്നെ ഉണ്ടായിരുന്നു. ഈ വെള്ളം ചാടാൻ ഇവിടെ വെള്ളം നിറഞ്ഞിട്ട് ഇവിടെ ഫുള്ള് വെള്ളം ഒക്കെയാണ് വീട്ടിലേക്ക്. നെക്സ്റ്റ് ഇതൊന്ന് പിടിക്കുക. ഞാൻ ഉള്ളിൽ കൈ ഇട്ടോക്കട്ടെ. ഈ ക്യാമറ പിടിക്കും. ഈ മഴ പെയ്ത ആകെ തിളച്ചിട്ടോ. ഈ സ്കൂൾ ലീവ് ഇപ്പൊ സ്കൂൾ തുറക്കാനുമായി.
നഫ്സി ഇതൊന്നും എടുക്ക്, ഞാൻ ഇതിന്റെ ചളി ഓപ്പൺ ആക്കി കൊടുക്കാം. കുടിക്ക്. എന്താണ് കുട്ടികൾക്ക് എന്തൊക്കെയാ വേണ്ടി? ചിക്കന് വേണം. ബോട്ടിൽ ഇങ്ങനെ ഓർഡർ ചെയ്തു. ബാഗ് വാങ്ങിയോ? ബാഗ് ആരെ വാങ്ങി തന്നു? എന്റെ വല്യമ്മ. അല്ല വല്യമ്മ എവിടുത്തെ വല്യമ്മ? കാസർഗോഡ് വല്യമ്മ വാങ്ങി തന്നു. അപ്പൊ ബാക്കി കൂടെ എന്റെ വല്യമ്മത്ത് വാങ്ങി തരാൻ പറഞ്ഞോളൂ. വാങ്ങി തന്നിട്ടും ഞാൻ സമ്മതിപ്പിച്ചില്ല. പ്ലീസ് അതൊന്ന് പറയൂ. പിന്നെ എന്തിനാ എന്നെ ഇങ്ങനെ കഷ്ടപ്പെടുത്തണം? അതുകൂടി വിലക്കൊന്ന് വാങ്ങിച്ചാൽ മതി. ശരി, എന്നാ ഞാൻ പോയി പറഞ്ഞോളാം. താങ്ക് യു. ഇന്നലെ ബോട്ടിലും ഒക്കെ വാങ്ങാൻ പോയി. ഞാൻ പറഞ്ഞു വേണ്ടാന്ന്. ഹലോ ഗൈസ്, നിങ്ങളും കാസർഗോഡ് നിന്ന് കല്യാണം കഴിച്ചാല് ഇങ്ങനത്തെ ചില ഉപകാരങ്ങളൊക്കെ ഉണ്ടാവും. ഇത് മാത്രല്ല ഉപകാരങ്ങൾ പറയാം. എന്തൊക്കെ ഉപകാരം? പിന്നെ ഇടക്കിടക്ക് ഞങ്ങൾ പോകുന്ന സമയത്ത് ചക്കയും മാങ്ങയും തേങ്ങയൊക്കെ തരും. അത് വലിയ ഉപകാരം തന്നെയാണ്. പിന്നെ വേറെന്താണ്? വേറെ ഒരു ഉപകാരം. കാലകാലം അവിടുത്തെ പുതിയാപ്പിളാണ്. ഇപ്പൊ അതൊന്നും ഇല്ല കേട്ടോ. അവിടേക്ക് ഇപ്പൊ ഓൽക്കൊക്കെ ബുദ്ധി വെച്ചു. ഇപ്പൊ ഞങ്ങൾ ഏകദേശം 10 വർഷമാകാൻ പോകുന്നു. 10 വർഷം കഴിഞ്ഞു. 10 വർഷത്തിൽ നിങ്ങൾ ഇങ്ങനെ നോക്കി സൽക്കരിച്ചാ പോരെ? 10 വർഷത്തിൽ ഇപ്പൊ വല്ലാണ്ട് സൽക്കാരൊന്നും ഇല്ല. ഇപ്പൊ ഓൽക്ക് ബുദ്ധി വെച്ചു. ഇപ്പൊ വലിയ പണ്ടത്തെ ആ സൽക്കാരൊന്നും കാണുന്നില്ല. ഇന്നെ കാണുമ്പോ കോയിനെ വിടല. ആദ്യം തന്നെ ചെറുമോ അളിയൻ വരുന്നുണ്ട്, കോയിനെ പിടിച്ചോളി എന്നാ പറയല്. ഇപ്പൊ അങ്ങനെയൊന്നുമല്ല. ഇപ്പൊ കോയിനെ പുട്ടോളി എന്നാ പറയണത്. അത് വലിയ അളിയനാണെങ്കിൽ മുട്ടാളാന്നൊക്കെയാണ് പറയുന്നത്. പിന്നെ അങ്ങനെതന്നെയല്ലേ പറയുന്നത്. പ്രത്യേകിച്ച് അവിടുത്തെ ഇത്തമ്മയാണ് പറയുന്നത് കേട്ടോ. പിന്നെ പുട്ടുത്തിയും പറയുന്നുണ്ട്. പുട്ടുത്തി വ്ളോഗ് കാണുകയാണെങ്കിൽ കമന്റ് ചെയ്യണം, പറയുന്നുണ്ടോ ഇല്ലേന്ന് അല്ലേ? ആദ്യമൊക്കെ ഇന്നെ കണ്ട ഓൽക്ക് ഭയങ്കര പൊലിവേനി. ഇപ്പൊ അങ്ങനെയല്ല. പിന്നെ കാണുമ്പോ കാറ്റ് ഉപ്പാന തോന്നുന്നു അല്ലേ? സ്വഭാവം കൊണ്ട് ഒരു കേക്കട്ടെ. അല്ലെങ്കിൽ ഈ ബ്ലോഗ് കണ്ടിട്ട് ഒരു ഇനി നന്നാവണം. എനിക്ക് മൈക്കുമ്പോ തുപ്പ ആര്? നെറ്റ് നല്ല കെട്ടാൻ പഠിക്കുന്നല്ലോ. ഇതാണ് ഈ കെട്ടിനാള്. ഇതെന്ന് പിടിച്ചാ ഞാൻ ആ തോണ്ടിട്ട് നമ്മളിപ്പോ എവിടെ മോനെ 2-3 ദിവസം ഞാൻ തുടർന്ന് ട്രൗസർ ആയിട്ട് കേട്ടോ ജിമ്മിക്ക്. ഞാൻ ആദ്യമായിട്ടാണ് കുട്ടികളെ മുമ്പ് ഞാൻ ട്രൗസർ ഒരു സംഭവം കണ്ടു. ഇവിടെ ഒരു കിളി പറഞ്ഞു അയ്യോണ്ടാണ്. ട്രൗസറാണ് ഞാൻ ഊരിടല്. ആദ്യം എന്ന് പറഞ്ഞ ഫാൻറ്റേന് ഇത് പാൻറ് കേട്ടോ. ഇതൊക്കെ പാൻറ്റേന്, ഇത് പാൻറ്റേന്, ഇതല്ല. പിന്നെ ഇത് ഉണങ്ങാൻ പറ്റുന്ന വെള്ളത്തിലിട്ടുള്ളത്. പിന്നെ ഇതൊക്കെ പാൻറ്റേന്. ഇത് ലിമോന്റെ ഇന്റെ ഒന്നുമില്ല. ഇന്റെത് യെല്ലോ. ഇത് യെല്ലോ ആണോ? എന്ത് ഇങ്ങനത്തെ കളർ? വേറെ ഒന്നുമില്ലല്ലോ ഇന്റത്. എവിടെ ഇതില്? അല്ല ഗൈസ്, ഈ ഒറ്റ ഫാൻ്റെ ഉള്ളു ഇന്റത്. ഇതില് വെറുതെ നോണ അറിയാട്ടാ. ആ വെറുതെ എന്തെങ്കിലും പറയരുത്. ഇന്റെ ഒറ്റ ഞാൻ എപ്പോഴും ട്രൗസർ ഇടുന്നു. ഇപ്പോ ഞാൻ ഉള്ളിലിരുന്നത് പുറത്തിട്ട് കിടക്കലാണ് ഇപ്പോ. ഇത് കുടിച്ചിട്ടോ? ഞാൻ തുറന്നടാ. ആ വെള്ളം വരുന്നുണ്ടോ? വേണോടാ വെള്ളം. മൈക്ക് മാത്രം അത് ഉള്ളിൽ വെച്ചാലും തട്ടിത്തടിയാണേ. കിട്ടോ? അതിസാഹസികമായിട്ടാണ് ചെറിയ ചെയ്യണത്. കുറച്ച് അങ്ങോട്ട് കൈ കൊണ്ടോക്ക്. ഇല്ലേ? പിന്നെ ഉള്ളിക്ക് വെള്ളം വരണ്ടേ? ഇതാ വരുന്ന നോക്ക്. ശരി, എന്നാലും ആവ്. കഷ്ടകാലം ഉണ്ടാക്കല്ലേ, ഇറങ്ങിട്ട്. അതൊന്നും കൂടെ എടുക്കുന്ന തായ്ക്കെടു.
വെറാക്കി പൊളിഞ്ഞാൽ കടല് പൊളിച്ചിടല്ലേ. അല്ലാതെ പറയും നമ്മളെ ബ്ലോഗിലേക്ക് എന്താ പറയട്ടെ? അതിനൊന്ന് സന്തോഷാണ് സ്കൂള് തുറക്കണോണ്ട്. സ്കൂൾ തുറക്കാൻ പോവാണ്, അതാ എനിക്ക് അറിയാൻ. സ്കൂൾ ഓൾറെഡി തുറന്നിക്കണേ, 2 ദിവസം ലീവാക്കി. പറയും എനിക്ക് സ്കൂൾ തുറന്നു, എന്താ എനിക്ക് സ്കൂൾ പോകണ്ടോ? സ്കൂൾ പോണില്ലേ? ഇങ്ങോട്ട് വാ, പറയും സ്കൂളിൽ പോകാത്ത എന്താ? ഇഷ്ടമല്ല എനിക്ക് സ്കൂൾ പോണത്? അതെന്താ? എന്റെ മാം കാണൂട്ടോ. പറയും സ്കൂളിൽ പോവാ, ഞാൻ വരാ. പറയും എല്ലാം അറിയാത്ത വേണ്ടി പറഞ്ഞോളാം. പറയും വരൂലേ? എന്നിട്ട് എനിക്ക് ബാഗൊക്കെ വാങ്ങിയോ? ആരോ വാങ്ങി തന്നു? ആമിമാത്ത് എന്താ പറയണ്ട വരോ? കാസർഗോഡ് വല്യമാനാണ് ആമിമ പറയണത്. ഓളെ നെപ്സിന്റെ ഉമ്മാന്റെ ഉമ്മാണ്. ഇങ്ങോട്ട് വാ, ഇങ്ങോട്ട് വാ, ഇങ്ങോട്ട് വാ, വാ. ഇത് എന്താ പറയണ്ടെന്നോ? ആമിമ എനിക്ക് എല്ലാം വാങ്ങി തരി, വെറുതെ എന്റെ പാപ്പനെ കഷ്ടപ്പെടുത്തണ്ട, അങ്ങനെയൊക്കെ പറയണം കേട്ടോ. വരോ? ഇല്ലേ? അല്ല ഗൈസ്, ഇവർക്കൊക്കെ ബുദ്ധി വെച്ചു. അപ്പൊ ആദ്യം ഞാൻ OP ആയിട്ട് ഇടക്കിയ ഞാൻ ഒന്നും വാങ്ങിക്കൊടുക്കൂല, ഇനി എല്ലാം ഓലെന്നെ വാങ്ങി തരല്. ഇപ്പൊ ഞാൻ വാങ്ങിക്കൊടുക്കണം എന്നാ പറയണത്. ഇന്നെ കഷ്ടപ്പെടുത്താനായിട്ട് ഇപ്പൊ ഓല് എല്ലാരും തുനിഞ്ഞിറങ്ങിയിരിക്കുകയാണ് ഗൈസ്. കാസർഗോട്ടുകാര് എല്ലാം ഓളെ വാപ്പാന്റെ കൂട്ടക്കാരും ഉമ്മാന്റെ കൂട്ടക്കാരൊക്കെ ഇറങ്ങിയിരിക്കുകയാണ്. ഇപ്പൊ മേലത്തെ എന്റെ വാപ്പ ഒന്നും വാങ്ങി തന്നില്ലല്ലോ. ഓ പാർക്ക് അല്ല ഗൈസ്, അയ്യോ ലീവ് വരെ കഴിഞ്ഞും ചെയ്തു. ഇനി പെരുന്നാൾ വരുന്നു, നമുക്ക് 2 ദിവസം അവിടെ പോയാലോ? റൗണ്ട് ഇങ്ങനെ കാസർഗോഡൊക്കെ വാപ്പാനും ഉമ്മാനും കൂടെ ഒക്കെ ഇങ്ങനെ വൈക്കൂടെ ഇങ്ങനെ തലയുറിഞ്ഞ് നടന്നാലോ? ഓലെന്തെങ്കിലും വാങ്ങി തരുകാരേ? ഹലോ ഗൈസ്, ഇവൾക്ക് ശരിയില്ല, ഇവളെ മൂഡ് ശരിയില്ല. അപ്പൊ നമുക്ക് താഴേക്കൊന്ന് പോയോക്കെ ഗൈസ്. ഉമ്മ എന്താ കാട്ടിന്? കണ്ടിട്ട് എന്ത് കാറിൽ കയറിണ്ടെങ്കിൽ പോകുമ്പോ ഞാൻ കേറ്റാൻ മുട്ടിയില്ലല്ലോ, കേറാൻ മുട്ടിയില്ലല്ലോ. അപ്പൊ ഇജ്ജ് വാങ്ങി തരല്ലേ? പറ. ആ ശരി, എനിക്കെന്താ പറയല്ലേ? നീ ചിരിച്ചു നിന്ന എന്റെ സ്കൂൾ തുറന്നിക്കണേ, എന്റെ തമാശകളിലേക്ക് മാറി. ഇതാ ഇവിടെ നല്ല മഴ കേട്ടോ. അപ്പോൾ നമ്മുടെ വിശേഷങ്ങളൊക്കെ ഇതാണ്. ഇനിയിപ്പോൾ നമ്മളെ ഇന്നെന്താ സ്പെഷ്യൽ ഞാൻ കാണിച്ചു തരാം. ഇന്നത്തെ സ്പെഷ്യൽ എന്താണെന്ന് ഞാൻ കാണിച്ചു തരാം. പറ. അത് സ്വന്തം അമ്മയ്ക്ക് സ്കൂള് തുറക്കാനായി. എനിക്ക് ബാഗൊക്കെ എടുത്തോ? അതെന്താ ബാഗൊന്നും എടുക്കാത്ത? ആരെ ബാഗ് എടുത്തില്ല? സ്കൂളിൽ നിന്ന് നിങ്ങൾക്ക് ബാഗ് കിട്ടുക? പൈസ കൊടുത്താൽ മതി, എല്ലാം കിട്ടൂലേ? ശരി, ഓക്കെ. എന്തൊക്കെയാണ് സ്പെഷ്യൽ? മീൻ വേറെ എന്താ? മീൻ പൊരി, മീൻ കറി, കൂട്ട്, ചേമ്പ്, ചെറുപയറ്, പപ്പടം, സാമ്പാറ്. അപ്പൊ തിന്നാൻ വരുമ്പോ എടുക്കണം. സാമ്പാറിന് എന്തോ ഒരു കുറവുണ്ടല്ലോ. എങ്ങനെയാണ് സാമ്പാർ മിക്സാക്കി സാമ്പാറായോ? ഇത് പൊട്ടൻക്ക് അറിയല്ലേ? അതാ മറ്റേ ഇത് ഉടഞ്ഞല്ലോ മറ്റേ സാധനം. ഗുരു പറയുന്നുണ്ട്, ഞാനാ വെച്ചത്. ഗുരു പറയുന്നുണ്ട് ഗുരു കുരുകളൊക്കെ. അപ്പൊ നിങ്ങൾ എന്തിനാ പായസാക്കിയത്? പരിപ്പ്. അമ്മായിന്റെ മരുവും അതാണ് ആൾക്കാർക്ക് വേണ്ടത്. സാമ്പാർ ഉണ്ടാക്കിയ മരുമോളെ തട്ടി. അപ്പൊ നമുക്ക് വയറിലാവാ പെട്ടെന്ന്. പുട്ടുപയകള് ഒന്നൂറ് പുട്ടുകളല്ലേ ഭക്ഷണം.
ഇപ്പൊ എന്റെ അമ്മായിന്റെ തന്നെ തട്ടി അതിനുണ്ടാവും. അമ്മയാണ് കാട്ടിയത്. പരിപ്പ് ഇങ്ങനെ വേവിച്ചത് ഉമ്മയാണ്. അതാ ഞാൻ പരിപ്പ് കുക്കറിൽ ഇട്ടിട്ട് മാത്രമേ ഉള്ളൂ, വേവിച്ചത് ഉമ്മയാണ്. അതാ എന്ത് വേണ്ടേ വിസിലിടണ്ടിന്നില്ലേ, ഞാൻ വിസിലിടാതെയാണ് ഒഴിച്ചിട്ട് പോയത്. അത് നിങ്ങളാണ്, ഞാനല്ല. അമ്മക്ക് ഒന്നും പറയാൻ ഇതില് ഞാൻ ഉത്തരവാദി. ഓണാക്കിയപ്പോ ഒന്നും മുണ്ടില്ല. എന്തിനു പറയണ വേണ്ടി കാത്തിക്കുന്നത്, നമുക്ക് എങ്ങനെ വയറിലാണ് പറയും. അതില് ഞാൻ ഉത്തരവാദി അല്ല കേട്ടോ. അമ്മായി ഒന്നും മുണ്ടില്ല, കുട്ടി കൊണ്ടിട്ടില്ലല്ലോ. നേരിട്ടെങ്കിൽ നിങ്ങൾ ഫോൺ ഓഫ് ആക്കും. മേമ പോയോ മേലക്ക്? അപ്പോൾ അടിപൊളിയായിട്ടുണ്ട്, ഭക്ഷണം അടിപൊളിയായിട്ടുണ്ട്. കുറേ ദിവസത്തിന് ശേഷം ഈ മയത്ത് തിന്നണോണ്ടാണ് തോന്നുന്നുണ്ട്, സൂപ്പറായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ചാനൽ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോ ആയിട്ട് വരിക. അപ്പോൾ ബൈ.